നിങ്ങളൊരു അൺഹെൽത്തി പേഴ്സൺ ആണോ? എന്നെപ്പോലെ ഇന്ന് വരെ ചിക്കൻ കഴിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊരു അൺഹെൽത്തി പേഴ്സൺ ആച്ചാൽ എൻ്റെ വീഡിയോകളുടെ ടിപ്സ് കാണുക. ഞാനൊരു അൺഹെൽത്തി പേഴ്സൺ ആണ്, അതുകൊണ്ട് എനിക്ക് അത്ര ടിപ്സ് ഒന്നും പറയാനില്ല. എന്നാലും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇൻസ്പയർ ആണ്. അത് നോക്കണ്ട, അത് ഞാൻ പുതിയൊരു CD പഠിച്ച പ്ലേ സ്റ്റേഷനിൽ. അത് നോക്കണ്ട, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക. നിങ്ങളുടെ CD അല്ല സോറി, ഞാൻ CD-യുടെ കാര്യത്തിന് പോയി. നിങ്ങൾ ഒരു അൺഹെൽത്തി പേഴ്സൺ ആച്ചാൽ എനിക്ക് ടിപ്പുകളൊന്നുമില്ല, പക്ഷെ എൻ്റെ സ്പീക്കിംഗ് ചിലപ്പോൾ നിങ്ങൾ ഇൻസ്പയർ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകും. എനിക്ക് അൺഹെൽത്തി സാധനം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? നമ്മൾ അൺഹെൽത്തിയാവും. അത് ഒറ്റ സാധനം കഴിച്ചാൽ തന്നെ മതി. അത് ചിക്കൻ എന്ന് കഴിച്ചു, ചിക്കനിൽ ഒരു സാധനമെങ്കിലും ചിക്കനിൽ ഹെൽത്തി ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് ഹെൽത്തി ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും തോന്നും. ഇനി ഞാൻ ചിക്കൻ തന്നെ കഴിച്ചിട്ട് കുറേ അൺഹെൽത്തി ഫുഡ് കഴിച്ചു, എന്നിട്ട് എനിക്ക് വയറ് വേണ്ടി. പക്ഷേ ഞാൻ നല്ലൊരു സ്ഥലത്ത് നിന്നൊരു ഹെൽത്തി ഫുഡ്, ഞാൻ വെജ് മീ പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്ന് നല്ല ഹെൽത്തി ഫെയർ വെജ് ഡീൽസ് ഒക്കെ ഉണ്ട്. ഞാൻ സ്പോൺസർ ചെയ്തിട്ടൊന്നും, അവർ സ്പോൺസർ ചെയ്ത് സംസാരിക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് പറയാണ്. ഒരു ഹെൽത്തി സ്ഥലത്ത് നിന്ന് നിങ്ങൾ കഴിച്ചാൽ പിന്നെ നിങ്ങളുടെ വയറും എല്ലാം നിങ്ങൾക്ക് നന്നായി തോന്നും. നമ്മളൊരു ചിക്കനോ അങ്ങനത്തെ അൺഹെൽത്തി ഇങ്ങനെ മക്ഡൊണാൾഡ്സ് ഇങ്ങനെ എല്ലാതും ഇങ്ങനെ തന്നെ. നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തോന്നും, പിന്നെ കുഴപ്പമൊക്കെ കൂടും. അതുകൊണ്ട് നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, എനിക്ക് നല്ലത്. നിങ്ങൾ അൺഹെൽത്തി കഴിക്കുന്ന അറിയാം. എന്നാലും എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഇൻസ്പയർ ഇൻസ്പയർ ചെയ്തില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക അൺഹെൽത്തി ഓർ ഹെൽത്തി ഫുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.